യോബിന് ഒരു കാറ്റടിച്ചു, തന്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടത് പോട്ടെ, ഇത് പറയാൻ വേണ്ടി ഒരുവൻ ശേഷിച്ചിരിക്കുക. അവൻ വന്ന് പറയാം, സാറേ ഞാൻ മാത്രം ഉണ്ടെന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ നിന്നെ വേദനിപ്പിക്കുന്ന ദൂത് പറയാൻ എപ്പോഴും ആൾ കൂടെ നടക്കും. പക്ഷെ അവൻ കൂടെ നടക്കുമ്പോ അകത്തിരിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പ്രത്യേകത എന്നാന്നറിയോ? യായിറോസ് യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറയാം, എന്റെ കുഞ്ഞുമകൾ മരിക്കാറായി കിടക്കുന്നു, രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് കൈവയ്ക്കണം. യേശു അവന്റെ കൂടെ പോകുന്ന വഴി ചെറിയ വ്യക്തികൾ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറയുക, യായിറോസിന്റെ കാതിൽ വന്ന് പറയുക, ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തണ്ട, മകൾ മരിച്ചുപോയി. തൊട്ടടുത്ത് വചനം പറയുക, ഇപ്പുറത്ത് നിന്ന് യേശു പറയുക, യേശു ഈ വാക്ക് കാര്യമാക്കാതെ, യേശുവേ നിന്നോടല്ലല്ലോ പറഞ്ഞേ, യായിറോസിനോടല്ലേ പറഞ്ഞേ. ആരാ മറുപടി കൊടുക്കേണ്ടിയേ? യായിറോസ് മറുപടി കൊടുക്കണ്ടേ? യായിറോസ് പറയുന്നതിന് മുമ്പിൽ തമ്പുരാൻ പറയുക, നിന്നെ വേദനിപ്പിക്കുന്ന വാർത്തകൾക്ക് നിന്റെ കാതിൽ വീഴും മുമ്പ് തമ്പുരാന്റെ കാതിൽ വീണിട്ടുണ്ടെങ്കിൽ നീ മറുപടി പറയണ്ട, കർത്താവ് മറുപടി പറയും. God will answer. കർത്താവ് കാര്യമാക്കാത്തതിനെ നീ കാര്യമാക്കരുത്. കർത്താവ് കാര്യമാക്കാത്തതിനെ നീ കാര്യമാക്കരുത്, എന്നാൽ അത് കാര്യമാകും. കർത്താവ് കാര്യമാക്കാത്തതിനെ നീ കാര്യമാക്കണം. God will talk on your behalf. കർത്താവ് നിന്നോട് സംസാരിക്കും.